ഗുഡ് ഈവനിങ്. നമ്മുടെ നെക്സ്റ്റ് ലൈവ് ക്ലാസ്സിലേക്ക് നമ്മളെല്ലാവരും ഇന്ന് വന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. പിന്നെ ഇൻറ്റഗ്രൽ, ഡെഫിനറ്റ് ഇൻറ്റഗ്രലിന്റെ വാല്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ഇൻറ്റഗ്രൽസിന്റെ integral constant a to b c into dx, integral a to b x into dx, integral a to b x square into dx. അങ്ങനെ ഒരു 3 ടൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സ് ക്യൂബിന്റെ അത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സിലേക്കാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ മീൻ വാല്യൂ തിയറം ഇന്റഗ്രൽസിന് എങ്ങനെ വരുന്നു എന്നുള്ളതും ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്, ഈ 2 ഇമ്പോർട്ടൻറ്റ് തിയറംസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എപ്പോഴും പോലെ തന്നെ നമുക്കൊരു ചെറിയ പ്രയർ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ആയ ആദ്യം തന്നെ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ, ദ ഫസ്റ്റ് ഡെഫിനിഷൻ, പേജ് നമ്പർ 268, ആവറേജ് വാല്യൂ ഓഫ് ആൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ. എന്താണ് ഡെഫിനിഷൻ? ആവറേജ് വാല്യൂ ഓഫ് ആൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ. അപ്പൊ അതിന് ഡെഫിനിഷൻ ആദ്യം എഴുതാം. ക്ലിയർ ആവുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്യാം. ബോർഡ് ക്ലിയർ ആണോ? F is integrable on AB, then average value of F over AB is F average equal to 1 by b minus a integral a to b f of x dx. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്ന മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻ. എന്താണ്? എഫ് ഇന്റഗ്രബിൾ ആയിരിക്കണം. എഫ് ഇന്റഗ്രബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ എഫിന്റെ ആവറേജ് എന്ന് പറയുന്നത്. എഫ് എ ബി ഈക്വൽ ടു 1 by b minus a into integral a to b f of x dx. അപ്പൊ ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല തന്നെയാണ്. എഫ് ആവറേജ് ഈക്വൽ ടു 1 by b minus a integral a to b f of x dx. അപ്പൊ അതിന് താഴെയുള്ള പ്രോബ്ലം 1 ആദ്യം നമുക്ക് ഇവിടെ നോക്കാം. പ്രോബ്ലം 1 നോക്കുന്നു. അതില് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, പ്രോബ്ലം 1 ആണ്. എഫ് ഓഫ് എക്സ് is equal to 3x square minus 3 over the interval 0, 1. ഇത് find the average value of f of x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആവറേജ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് കാണണമെങ്കിൽ ആദ്യം ഇത് ഇന്റഗ്രബിൾ ആയിരിക്കണം. അപ്പൊ ഇന്റഗ്രബിൾ ആവണമെങ്കിൽ ഇതൊരു പോളിനോമിയൽ ആണ്. പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആണ്.
കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ. അപ്പൊ ഇത് എന്തായാലും ഇന്റഗ്രബിൾ ആണ്. മീൻസ് ഇത് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. 0 to 1 ഒരു ഏരിയ കാണാൻ പറ്റും. എന്തായാലും ഇന്റഗ്രബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ആവറേജ് കാണാൻ പറ്റും. ആവറേജിന്റെ ഫോർമുല ഞാൻ ഇവിടെ എഴുതാം. This is equal to 1 by b minus a integral a to b f of x dx. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇവിടെ f of average is equal to 1 by b minus a is 1 minus 0 integral a to b 3x square minus 3 into dx. അപ്പോൾ this is equal to 1 തന്നെയാണ്. ഇനി മുകളിലാണെങ്കിൽ 3 സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രൽ a to b x square dx minus 3 integral a to b dx. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച 1 by 1 തന്നെയാണ്. അപ്പോൾ അതൊന്ന് മാച്ചു. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഈ റിസൾട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇതാണെങ്കിൽ എക്സ് ക്യൂബ് ബൈ 3 ആണ്. അപ്പോൾ ബി ക്യൂബ് ബൈ 3 മൈനസ് എ ക്യൂബ് ബൈ 3 ആ റിസൾട്ടില്. അപ്പോൾ ബി ക്യൂബ് ബൈ 3 മൈനസ് എ ക്യൂബ് ബൈ 3 മൈനസ് 3 ഇൻറ്റു എക്സ് വരും. ദാറ്റ് ഇസ് ബി മൈനസ് എ. ഇവിടെ എയും ബിയും അല്ല, എ 0 ആണ്, ബി എന്ന് പറയുന്നത് 1 ആണ്. which is equal to 3 into 1 by 3 minus 0 minus 3 into 1 minus 0, which is equal to either 3 by 3 1 minus 3 equal to minus 2. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് f average value equal to minus 2. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി ഇതിന്റെ താഴെ തന്നെ ഇനിയൊരു ക്വസ്റ്റ്യനും കൂടി തന്നിട്ടുണ്ട്. Does f actually take on this value at some point in the given domain? അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഈ എഫിന് നമുക്ക് -2 ആണ് അതിന്റെ ആവറേജ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 0 to 1 ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഇമേജ് ആണ് ഈ -2 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ആണ് ചോദിക്കേണ്ടത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഈ ആവറേജ് എന്ന് പറയുന്നത് -2 എന്ന് കിട്ടി. ഇവരുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഈ ഇന്റർവെല് 0 to 1 ഉണ്ടല്ലോ, ഈ 0 to 1 ഏതെങ്കിലും ഒരു പോയിന്റിന്റെ എഫ് ഇമേജ് ആണോ ഈ എഫ് ഇമേജ് ആണോ ഈ -2 എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കാൻ പോണ്. ഇതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഇമേജ് ആണോ ഈ -2 എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാം. f of x is equal to 3x square minus 3 is equal to -2. 3x square is equal to -2 plus 3. 3x square is equal to 1. X square equal to 1 by 3. X is equal to plus or minus 1 by root 3. നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്നത് 0 തൊട്ട് 1 വരെയാണ്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ടേം ഇല്ല. x equal to 1 by root 3. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് x 1 by root 3 ആവുമ്പോൾ ഈ എഫ് ഓഫ് എക്സ്, അതായത് എക്സ് ഈക്വൽ ടു 1 by root 3 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -2 ആണ്. അപ്പോ ഇവിടെ നമുക്ക് പറയാം ഈ ഡൊമൈനിന്റെ ഉള്ളില് 1 by root 3 നോക്കിക്കഴിഞ്ഞാല് അപ്പൊ ഈ ഡൊമൈനിന്റെ ഉള്ളിൽ നമുക്കൊരു വാല്യൂ ഉണ്ട്. എങ്ങനത്തെ വാല്യൂ ആണ്? ഇവരുടെ എഫ് ഇമേജ് എടുത്താൽ 1 by root 3 ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അവര് -2 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എഫിന്റെ ആവറേജ് ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം.
ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്തത് മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ് എന്ന് പറയുന്നതാണ് ഉള്ളത്. അപ്പൊ അടുത്തത് എന്താണ്? മീൻ വാല്യൂ തിയറം ഫോർ ഇന്റഗ്രൽസ്. അതാണ് നമ്മുടെ ഏറ്റവും ഇന്നത്തെ വലിയ തിയറം എന്ന് പറയുന്നത്. സോറി, ഇന്നത്തെ രണ്ടെണ്ണം ഉണ്ട്, ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഉണ്ട്. അപ്പൊ ഇത് എന്താന്ന് നോക്കാം. മീൻ വാല്യൂ തിയറം ഫോർ definite integrals. അപ്പൊ അതിലെന്താ പറയുന്നത്? എഫ് കണ്ടിന്യൂസ് ആണ്, എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ എ ബി. അങ്ങനെയാണെങ്കിൽ there exists one C belongs such that C belongs to open AB. എങ്ങനത്തെ C ആയിരിക്കും? f of C equal to 1 by b minus a integral a to b f of x dx. ഇതാണ് മീൻ വാല്യൂ തിയറം. അപ്പൊ മീൻ വാല്യൂ തിയറത്തില് എന്താണ് പറയുന്നത്? മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനറ്റ് ഇന്റഗ്രൽസ് ആണെങ്കിൽ എഫ് കണ്ടിന്യൂസ് ആണ് ഓൺ എ ബിയില്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനത്തെ സി ആണ്? ആ സിന്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അതായത് എഫ് ഓഫ് സി ഈക്വൽ ടു 1 by b minus a into integral a to b f of x dx. ഇതിനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ട പോലെ തോന്നുന്നുണ്ടോ? ഈ ഇന്റഗ്രൽ 1 by b minus a integral a to b f of x dx. ഇതിപ്പോ തന്നെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആവറേജ് വാല്യൂ ആണ്. അതായത് ഒരു ഫംഗ്ഷൻ, ഒരു എഫ് ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ആവറേജ് വാല്യൂ കാണാനുള്ള ഫോം ആണ് 1 by b minus a integral a to b. ഇത് അപ്പൊ ഇവിടെ പറയുന്നത് f of c is equal to f of average. അപ്പോ നമ്മൾ കഴിഞ്ഞ തിയറം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു പ്രോബ്ലം ചെയ്തേല് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ്, ഒരു എഫ് ആവറേജ് കണ്ടു കഴിഞ്ഞാല് ആ ഡൊമൈനിൽ ഒരു പോയിന്റ് ഉണ്ടാവോ അവരുടെ ഇമേജ് ഈ എഫ് ആവറേജ് വരുന്ന പോലെ. അങ്ങനെ ഒരു ആ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് അങ്ങനെ ഒരെണ്ണം കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതാണ് ഈ മീൻ വാല്യൂ തിയറത്തിൽ പറയുന്നത്. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും നമുക്കൊരു സി കാണാൻ പറ്റും. ഈ സിന്റെ ഇമേജ് ആണ് നമ്മുടെ എഫ് ആവറേജ് ആയിട്ട് വരുന്ന പോലെ. അപ്പൊ ഇവിടെ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുള്ളത് എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തില് നമുക്ക് കിട്ടാൻ കാരണവും കഴിഞ്ഞ പ്രോബ്ലത്തില് നമുക്കൊരു പോയിന്റ് 1/√3 ഇന്ന് കിട്ടാൻ കാരണം എന്താന്ന് വെച്ചാല് അവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിരുന്നു. കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഈ മീൻ വാല്യൂ തിയറം അതിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു സി കാണാൻ പറ്റി. ആ സി എന്ന് പറയുന്നത് 1/√3 ആണ്. അതിന്റെ എഫ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത് അതിന്റെ എഫ് ആവറേജ് ആയിട്ട്. അപ്പൊ ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ഇത് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ താഴെ തന്നെ നമുക്ക് വേറൊരു കുഞ്ഞു ഒരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. എഫ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സി കാണാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോ കിട്ടിയിരിക്കും, പക്ഷെ നിർബന്ധമില്ല. എപ്പോഴും നടക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എപ്പോഴും എഫ് ആവറേജ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. അപ്പൊ ഇത് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പൊ ഇതിന്റെ പ്രൂഫിലേക്ക് പോവാം. പ്രൂഫില് എഫ് പറയുന്നത് കണ്ടിന്യൂസ് തന്നിട്ടുണ്ട്, ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ടും
ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആയതുകൊണ്ടും നമ്മൾ ഈ സെഷന്റെ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എഫ് കണ്ടിന്യൂസും ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആണെങ്കിൽ എഫ് എന്തായാലും അതിന് മാക്സിമവും ഉണ്ടാവും മിനിമവും ഉണ്ടാവും. മീൻസ് ഇറ്റ് ഹാസ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് minimum. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എഫ് കണ്ടിന്യൂസ് ഓൺ എ ബി ഉള്ളത് കൊണ്ട് എഫ് ഹാസ് ബോത്ത് എക്സ്ട്രീമാസ് വിച്ച് ഇസ് മിനിമം ആൻഡ് മാക്സിമം. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ എമ്മിന്റെയും സ്മോൾ എമ്മിന്റെയും രണ്ടിന്റെയും ഇടയിൽ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ എന്താ ഇതിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് ഇവിടെ മൂന്നിനും ഇന്റഗ്രേഷൻ ഫ്രം എ ടു ബി കൊടുക്കാണ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഡി എക്സ് കൊടുക്കാണ് ഇതിന് മൂന്നിന്. അപ്പൊ ഇന്റഗ്രൽ എ ടു ബി എം ഡി എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ബോർഡ് ക്ലിയർ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, കമന്റ് ചെയ്യാവോ? Integral m into dx, integral a to b f of x dx is less than or equal to integral a to b capital M into dx. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഒന്നും കൂടി പറയണം. ആദ്യം തന്നെ എഫ് കണ്ടിന്യൂസും ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് അബ്സല്യൂട്ട് വാല്യൂസ്. അബ്സല്യൂട്ട് മാക്സിമം ഉണ്ട്, അബ്സല്യൂട്ട് മിനിമം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എഫ് ലൈസ് ബിറ്റ്വീൻ സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം. ഇനി ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് നമ്മൾ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്തു. അപ്പൊ ഇന്റഗ്രൽ എ ടു ബി എം ഡി എക്സ്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ എ ടു ബി ക്യാപിറ്റൽ എം ഇൻറ്റു ഡി എക്സ്. ഇനി ഇത് ചെയ്യുമ്പോൾ എം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എം നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഒരു എക്സ് ഉണ്ടാവും. That is equal to constant വന്നാല് b minus a, which is less than or equal to integral a to b f of x dx, which is less than or equal to capital M into b minus a. അപ്പൊ ഇത് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോണേ? ഡിവൈഡ് ബൈ b minus a. b minus a കൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കിട്ടും സ്മോൾ എം ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by b minus a integral f of x dx, which is less than or equal to capital M. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സ്മോൾ എമ്മിന്റെയും ക്യാപിറ്റൽ എമ്മിന്റെയും രണ്ടിന്റെയും ഇടയിലാണ് നമുക്ക് ഈ 1 by b minus a ഇതാണെന്ന് പറയുന്നത് നമ്മുടെ എഫ് ആവറേജ്. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എഫ് ആവറേജ് എന്ന് പറയുന്നത് സ്മോൾ എമ്മിന്റെയും ക്യാപിറ്റൽ എമ്മിന്റെയും രണ്ടിന്റെയും ഇടയിലാണ്. ഇപ്പൊ രണ്ടിന്റെയും ഇടയില ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമുക്കൊരു സി കാണാൻ പറ്റും. സച്ച് ദാറ്റ് ആ സിന്റെ ഇമേജ് ആയിട്ട് വരുന്നത് ദാറ്റ് ഇസ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് ഈക്വൽ ടു ഈ 1 by b minus a. നമുക്ക് ഇന്റർമീഡിയറ്റ് വാല്യൂല് നമ്മൾ പറയുന്നുണ്ട് എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ
നമുക്ക് സ്മോൾ എം ടു ക്യാപിറ്റൽ എമ്മിന്റെ ഇടയിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് നമുക്കൊരു സി ഉണ്ടാവും. അതിന്റെ ഇമേജ് ആണ് ഇതായിട്ട് വരുന്ന പോലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സി കാണാൻ പറ്റും. ആ സിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഈ 1/b-a ഇൻറ്റു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം ആണ്, മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. അപ്പൊ ഇതിന് നിർബന്ധമായിട്ടും വേണ്ടത് എന്താന്ന് വെച്ചാല് എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം, അതുപോലെ ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സി കാണാൻ പറ്റും. ആ സിന്റെ ഇമേജ് ആണ് എഫ് ഓഫ് സി ആണ് നമ്മുടെ എഫ് ആവറേജ് ആയിട്ട് വരുന്ന പോലെ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അത് കറക്റ്റ്. ഇനി അടുത്തത് നമുക്ക് വരുന്നത്, ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എഫ് കണ്ടിന്യൂസ് ആണെങ്കിലേ നമുക്ക് ഇങ്ങനെ വരുള്ളൂ. നമ്മളൊരു എക്സാമ്പിൾ എടുക്കാണ്, അതില് എഫ് കണ്ടിന്യൂസ് അല്ല, അപ്പൊ നമുക്ക് എന്ത് കിട്ടില്ല എന്ന് വെച്ചാല് എഫ് ആവറേജ് ആയിട്ട് വരുന്ന പോലെ ഒരു പോയിന്റ് സി അതിന്റെ ഇമേജ് കിട്ടില്ല. എഫ് ആവറേജ് ഇമേജ് ആയിട്ട് വരുന്ന പോലെ നമുക്ക് കിട്ടില്ല എപ്പോ എഫ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ആ ഇതിലേക്ക് പോവാം. ഇത് എഫ് കണ്ടിന്യൂസ് അല്ലാണ്ട് വരുമ്പോ കേസ്, ഇവിടെ ഇത് ഇപ്പൊ നമ്മൾ എടുത്തു ഒരു ഗ്രാഫില് 0 to 2 വരെ എടുത്തു. അതില് 0 to 1 വരെ അവരുടെ ഇമേജ് എന്ന് പറയുന്നത് 0യും ഇവിടുന്ന് തൊട്ട് 2 വരെ അവരുടെ വാല്യൂ 2. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എടുത്തു. ഇത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം, ഇവിടെ 1 എന്നുള്ള പോയിന്റില് എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 for 0 less than or equal to x less than or equal to 1 and 1 for 1 x less than or equal to 2. അപ്പൊ എന്തായാലും നമ്മുടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. എവിടെയോ കണ്ടിന്യൂസ് അല്ലാത്തത് at x is equal to 1. 1 എന്നുള്ള പോയിന്റില് ഇത് കണ്ടിന്യൂസ് അല്ല. ഇനി ഇതിന്റെ നമ്മുടെ എഫ് ആവറേജ് എടുത്തു കഴിഞ്ഞാല് പക്ഷെ ഇത് ഇന്റഗ്രബിൾ ആണ്. ഇന്റഗ്രബിൾ എങ്ങനെയാ കിട്ടുന്നത്? ഇന്റഗ്രബിളിന് നമുക്ക് ഒരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആയാലും നമുക്ക് ഇന്റഗ്രബിൾ ആണ്, കണ്ടിന്യൂസ് അല്ലാന്നേ ഉള്ളൂ, പക്ഷെ ഇന്റഗ്രബിൾ ആണ്. അപ്പൊ ഇന്റഗ്രബിൾ ഇതിന്റെ മോഡിൽ എഴുതാം, ഇവിടെ എഴുതാം ഇന്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് നമുക്ക് രണ്ട് പീസായിട്ട് ചെയ്യാൻ പറ്റും. ഒരെണ്ണം ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 1 to 2 കാണുന്നുണ്ടോ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റില് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് 0 to 1 എഫ് ഓഫ് എക്സ് 0 ആണ്, അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു 0. സെക്കൻഡ് വണ്ണില് എഫ് ഓഫ് എക്സ് 1 ആണ്, അപ്പൊ 1 into 2 minus 1 which is equal to 1. അപ്പൊ ഇത് കിട്ടി ഇന്റഗ്രൽ. ഓക്കെ, ഇനി നമ്മുടെ എഫ് ആവറേജ് ഇസ് ഈക്വൽ ടു 1 by b minus a into integral a to b f of x dx which is equal to 1 by 2 minus 0 into e value ആണ് ഇത് 1 equal to 1 by 2. ഇപ്പൊ നമ്മുടെ എഫ് ആവറേജ് ആയിട്ട് കിട്ടിയിട്ടുള്ള വാല്യൂ എഫ് ആവറേജ് ഈക്വൽ ടു 1 by 2.
എന്നാൽ 1/2 ഒരിക്കലും ഇതിന്റെ ഇമേജ് ആയിട്ട് വരുന്നില്ല. ഏത് പോയിന്റ് നമ്മൾ 0 to 2 എടുത്തു കഴിഞ്ഞാലും അവരുടെ ഇമേജ് ആയിട്ട് ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1. അപ്പോ ഒരു സി പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല സച്ച് ദാറ്റ് ആ സീന്റെ ഇമേജ് ആയിട്ട് ആ സീനിന്റെ ഇമേജ് ഈക്വൽ ടു എഫ് ആവറേജ് ആയിട്ട് പറഞ്ഞാൽ പോലും. അപ്പൊ ഇത് എന്താ ഈ എക്സാമ്പിളില് എന്താണ് കൂടുതൽ ഇംപ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാല്, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ നമുക്ക് സ്ട്രെസ് ചെയ്ത് പറയണത് എന്ന് വെച്ചാല്, എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എഫ് ആവറേജ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടും. അല്ലാത്ത എഫ് കണ്ടിന്യൂസ് അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ എഫ് ആവറേജ് കാണാൻ പറ്റും. എന്നാൽ ആ എഫ് ആവറേജ് എന്ന് പറയുന്നത് അതിന്റെ റേഞ്ചില് ഒരു പോയിന്റ് ആയിട്ട് വരണമെന്ന് നിർബന്ധമില്ല. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് നടക്കും. ഓക്കെ, അപ്പോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ പിന്നെ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി പ്രോബ്ലം നമ്പർ 2 നോക്കാം. പ്രോബ്ലം നമ്പർ 2 ല് പറയുന്നത് ഷോ ദാറ്റ് ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ closed interval AB and A not equal to B, and if integral A to B f of x dx is equal to 0, then then f of x equal to 0 for at least 1 in AB എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കണ്ടീഷൻസ് എല്ലാം നന്നായി വായിക്കണം. എഫ് കണ്ടിന്യൂസ് അണ്ടർലൈൻ ചെയ്യണം. ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി അതും അണ്ടർലൈൻ ചെയ്യണം. ഇനി എന്നിട്ട് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 അതും ചെയ്യണം. എന്നിട്ട് എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ അറ്റ്ലീസ്റ്റ് വൺസ്, ഒരിക്കലെങ്കിലും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് നമുക്ക് ആ എ ടു ബിയില് ഒരു എക്സ് ഉണ്ടാവണം, അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് 0 ആയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? നമുക്ക് ഇത് എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട്, കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആയതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു 1/b മൈനസ് എ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് dx. അതായത് there exists one c such that f of c, ഇത് ഏത് വഴിയാണ് നമുക്ക് കിട്ടിയത്? എഫ് കണ്ടിന്യൂസും ഇതും ഉള്ളതുകൊണ്ട് മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനറ്റ് ഇന്റഗ്രൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അവര് തന്നിട്ടുണ്ട് ഗിവൻ കണ്ടീഷനില് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോ എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു 0 ആണ്. 0 into 1/b minus a, it is equal to 0. ഇപ്പൊ f of c equal to 0. ഈ c എന്ന് പറയുന്നത് ഈ ഇന്റർവെലിന്റെ ഉള്ളിലത്തെ ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്നല്ലേ പറയുന്നത്, ഇപ്പൊ ഒരെണ്ണം കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് സി കിട്ടി. അത് എങ്ങനത്തെ സി ആണ്? എഫ് ഓഫ് സി ഈക്വൽ ടു 0. അപ്പോ എന്തായാലും എക്സ് ഈക്വൽ ടു സി വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് ഈ ഇന്റർവെൽ എ ടു ബിന്റെ ഉള്ളില് ഉണ്ട്. ഇനി അതേപോലെ പ്രോബ്ലം 3 നമുക്ക് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി guaranteed by the mean value theorem for integrals for f of x equal to ഒരു വാല്യൂ ഓൺ ദ ഇന്റർവെൽ 0 to 2 എന്ന്. അപ്പൊ ഇത് തന്നപ്പോ തന്നെ സിന്റെ വാല്യൂ കാണണം. ഏത് സി ആണ് നമുക്ക് ഈ ആവറേജ് ഈക്വൽ ആയിട്ട് വരുന്നത്, അത് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു f of x equal to 4 minus 2x on interval 0 to 2. Okay, find the c. Find the c. ഇത് നമുക്ക് അറിയാം, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്.
0 to 2 ആണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എന്തായാലും മീൻ വാല്യൂ തിയറത്തിന്റെ ഹൈപ്പോത്തിസിസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ 2 minus 0 2 integral 0 to 2 4 minus 2x into dx, which is equal to 1 by 2 പുറത്തേക്ക് എടുത്തു 4 into integral 0 to 2 dx minus 2 into integral 0 to 2 x into dx, which is equal to 1 by 2 4 2 minus 0 minus 2 x square by 2 upper limit minus 2 square by 2 minus 0 square by 2 0 I. This is equal to equal to 1 by 2 4 into 2 8 minus 2 square minus ഇതെന്ന് പറയുമ്പോൾ ഒരു 2 ക്യാൻസൽ ആവാം, അപ്പോൾ 2 വരും minus 4 minus 4 കിട്ടും, which is equal to which is equal to 8 minus 4 4 4 by 2 2. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു 2 എന്നാണ് കിട്ടിയത്. ഇനി എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സിലെ എക്സിന്റെ സ്ഥലത്ത് സി ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 മൈനസ് 2x എക്സിന്റെ സ്ഥലത്ത് സി ഇട്ട് കൊടുക്കുക. 4 മൈനസ് 2c ഇസ് ഈക്വൽ ടു 2. അപ്പോൾ മൈനസ് 2c ഈക്വൽ ടു 2 മൈനസ് 4 മൈനസ് 2c ഈക്വൽ ടു മൈനസ് 2. C is equal to 1. C 1 ആവുമ്പോൾ 1 എന്തായാലും 0 to 2 ഉള്ളിലാണുള്ളത്. C 1 കൊടുത്തു നോക്കിയേ. 1 കൊടുത്താലേ 4 minus 2 equal to 2. നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലായി C is equal to 1 ആണ്. ഇതിന്റെ ഇമേജ് ആണ് f of C is equal to f ന്റെ ആവറേജ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഉറപ്പ് തരുന്നത്? എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്തായാലും ആ ഇന്റർവെലിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിന്റെ ഇമേജ് ആണ് അതിന്റെ എഫ് ആവറേജ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞു. ഇനി നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്താന്ന് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാം. ഇന്ന് എനിക്ക് തോന്നുന്നു നെറ്റ് കുറച്ച് കുറവാണ്. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറഞ്ഞിട്ട് ചിലപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ നെറ്റ് ഇത്തിരി കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിലേക്ക് പോവാം. ഇപ്പൊ എന്താണ് ഇതിന് പേര് കേൾക്കുമ്പോൾ തന്നെ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഇതുവരെയുള്ളതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ചോദിക്കാം. നമുക്ക് നെറ്റിന്റെ ഒരു കുറവുള്ളത് കൊണ്ട് നമുക്ക് ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറഞ്ഞിട്ട് ഇന്നിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആദ്യം എന്താണ് എന്ന് നോക്കണം. ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആദ്യം എന്താണ് ചെയ്യേണ്ടത്?
ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്, ഇതിനു മുമ്പ് നമ്മൾ ഒരു ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് പഠിച്ചിട്ടുണ്ട്. എന്താന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് സെമ്മില് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്ന് പറഞ്ഞാൽ ഏതൊരു n ഗ്രേറ്റർ ദൻ 1 ആണെങ്കിൽ അതിനെ നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് എഴുതാൻ പറ്റും എന്നാണ് അവിടെ പറയുന്നത്. അതേപോലെ ഒരു ഇമ്പോർട്ടന്റ് തിയറമാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഇതിൽ എന്താന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ്, പക്ഷെ അതിന്റെ പേര് അറിയില്ല എന്നേ ഉള്ളൂ. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാൻ പറ്റും. അതായത് ഒരു ഇന്റഗ്രേഷന്റെ മീതെ പിന്നെ ഒരു ഡിഫറൻസിയേഷൻ ചെയ്താൽ അത് രണ്ടും ക്യാൻസൽ ആവും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് പ്രോസസ് ആണ് നമ്മൾ പറയുന്നതാണ് ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിൽ പറയുന്നത്. അപ്പൊ ആ തിയറം എന്താന്നുള്ളത് നമുക്കിപ്പോ നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അതിന്റെ കണ്ടീഷൻസ് ഒക്കെ എഴുതാം. ഫസ്റ്റ് വൺ, എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇതിൽ എഴുതുന്നത് ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് കേട്ടോ. ഇനി ഫസ്റ്റ് എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് കണ്ടിന്യൂസ് ആയിരിക്കണം എവിടെ? ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. പിന്നെ നമ്മൾ ഒരു ക്യാപിറ്റൽ എഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു എക്സ് സ്മോൾ എഫ് ഓഫ് ടി ഡി ടി. a less than or equal to x less than or equal to b ആണ്. and differentiable ഏത്? ഈ ക്യാപിറ്റൽ എഫ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് then എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകും. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ എടുത്തേക്കുന്നത്? എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. എഫ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി. എക്സ് എന്ന് പറയുന്നത് വേരിയബിൾ ആണ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആണ് ക്യാപിറ്റൽ എഫ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എങ്ങനെയാണ് എഴുതുക? ഇപ്പൊ ഈ ആദ്യം ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു എഫ് ഓഫ് എക്സ് ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എഫ് ഓഫ് ടി ഇതിൽ തന്നിരിക്കുന്നത് പോലെ. ഇപ്പൊ എഫ് ഓഫ് ടി ഉണ്ട്. ഇത് എ തൊട്ട് ബി വരെയാണ് ഉള്ളത്. ഇതിന്റെ ഇടയിൽ ഒരു പോയിന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു പോയിന്റ് ആണ് എക്സ് എന്നുള്ളത്. അപ്പൊ എക്സിന് ഉള്ളതിന് ഇപ്പൊ ഇങ്ങനെ വെച്ചു എന്ന് വെക്കാം. ഇപ്പൊ ഇന്റഗ്രൽ എ ടു എക്സ്, ഈ എക്സ് എന്ന് പറയുന്നത് ഒരു മൂവബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് ആണെന്ന് വെക്കാം. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇതിനെ നമ്മൾ ഈ എക്സിനെ ഒരു വടി പോലെ നിങ്ങൾ പിടിച്ച അസ്യൂം ചെയ്യാം. ഇതിങ്ങനെ നിങ്ങൾ ബാക്കിലേക്ക് നീക്കി വരുമ്പോൾ ഇത്രയും ഏരിയാസ് നമുക്ക് കവർ ചെയ്ത് വരും. ആ എക്സിനെ അങ്ങനെ തള്ളി ബിയിലേക്ക് കൊണ്ടുവന്ന ഇതിന്റെ ഫുൾ ആയിട്ട് വരും. ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാല് അത് കുറയും. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. ഇതൊരു സ്ക്രീൻ, നമ്മുടെ ഓഡിറ്റോറിയത്തിലൊക്കെ നമുക്ക് സ്ക്രീൻ നീങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ്. ഇത്രയും വരെ ഉള്ളത് ക്ലോസ്ഡ് ആയിരിക്കും, ഇതുവരെയുള്ളത് ഓപ്പൺ ആയിരിക്കുള്ളൂ. ഈ എക്സിനെ നമ്മൾ നീക്കും തോറും സ്ക്രീൻ തുറന്ന് 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 ബിയിലേക്ക് വരുമ്പോൾ ഇത് ഫുൾ സ്റ്റേജ് വരുന്ന പോലെയാണ്. ഓക്കെ, അതാണ് ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. Capital F of x is equal to integral a to x f of t dt. ഇപ്പൊ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ സ്ക്രീൻ ആലോചിച്ചാൽ മതി. ഓക്കെ, ഞാൻ മാറ്റിട്ടെ. ഓക്കെ, മാറ്റി. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് എക്സിന്റെ എക്സിന് ഒരു ചെറിയ h എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂവിനെ എക്സിന്റെ കൂടെ ജോയിൻ ചെയ്തു.
അപ്പൊ ഇത് എക്സ് പ്ലസ് എച്ച്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എക്സ്, എക്സ് പ്ലസ് എച്ച് ചെറിയ പോസിറ്റീവ് വാല്യൂ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ എക്സ് പ്ലസ് എച്ച് ഉള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സ് പ്ലസ് എച്ചിനെ എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എ ടു എക്സ് ആണ്. അപ്പൊ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എടുത്തു കഴിഞ്ഞാൽ എന്താ, ബേസ് പോയിന്റ് എന്നാ പറയാ. എ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഇന്റർവെല്ലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, അതിന്റെ ബേസ് പോയിന്റ് എന്നാ പറയാ. അപ്പൊ എയിൽ നിന്ന് എക്സ് പ്ലസ് എച്ച് വരെ എഫ് ഓഫ് ടി ഡി ടി. ഇനി എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്താ, ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ചെയ്താൽ എന്താ കിട്ടാം, ഇന്റഗ്രൽ എ ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി മൈനസ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി. ഇതിന് വേണമെങ്കിൽ നമുക്ക് അഡിറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് എ ടു എക്സും പിന്നെ എക്സ് ടു എക്സ് പ്ലസ് എച്ച് ആയിട്ടും എഴുതാൻ പറ്റും. അപ്പൊ നമ്മുടെ ബോർഡിൽ ഇപ്പൊ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ മായ്ക്കുകയാണ്. അത് ചെറുതാക്കി എഴുതിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവൂല, അപ്പൊ അതുകൊണ്ട് വലുതാക്കി എഴുതുന്ന സ്ഥലം വരുന്നില്ല. അപ്പൊ ഞാൻ മായ്ക്കുകയാണ്. ഓക്കെ, ഈ കണ്ടീഷൻസ് ഒക്കെ മായ്ക്കുകയാണ്. അപ്പൊ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തതാണ്. ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി പ്ലസ് ഇന്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി മൈനസ് ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി. ഇത് നോക്കുമ്പോൾ എ ടു എക്സ് എഫ് ഓഫ് ടി ഡി ടി പോസിറ്റീവും മൈനസും ഉണ്ട്. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇപ്പുറത്തുള്ളത് നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇപ്പൊ അത്രയും വരെയുള്ളത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇതിനെ ഡിവൈഡിങ് ബൈ h, ഡിവൈഡിങ് ബൈ h രണ്ട് ഭാഗത്തും ചെയ്യും. അപ്പൊ ഇതിനും ഡിവൈഡിങ് ബൈ h. അപ്പൊ ഇവിടെ വരിക എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ h is equal to 1 by h into integral x to x plus h f of t dt എന്നുള്ളത് എടുക്കും. എന്നാൽ ഇത് നമുക്ക് കാണുമ്പോൾ ഇവിടെ ഇത് കാണുമ്പോൾ ഇത് എന്താ സംഭവം, ഇത് നോക്കിയേ, ഇതുപോലെയല്ലേ 1 by b minus a integral a to b f of x dx ഇതുപോലെയല്ലേ. ഈ ഭാഗം നോക്കിയേ, ഇവിടെ അപ്പർ ലിമിറ്റ് ബി മൈനസ് എ എന്ന് പറഞ്ഞാല് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ്, എക്സ് എക്സും ക്യാൻസൽ ആയിട്ട് എച്ച് വന്നു. അപ്പൊ 1 by h ഇൻറ്റു ഇന്റഗ്രൽ ഇതിന്റെ ഉള്ളിൽ ഇത് വന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എഫ് കണ്ടിന്യൂസ് എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഒരു സി എന്ന് പറയുന്നത് ഈ എ ടു ബിന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ ഈ കണ്ടീഷൻ ആണെങ്കിൽ സി എന്ന് പറയുന്നത് ഏതിന്റെ ഉള്ളിൽ ഉണ്ടാവുക, എക്സിന്റെയും എക്സ് പ്ലസ് എച്ചിന്റെയും ഇടയിൽ ഉണ്ടാവും. എങ്ങനെയായിരിക്കും ഉണ്ടാവുക, എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു 1 by h ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് ടി ഡി ടി. മനസ്സിലായോ? ഇതില് നമ്മള് മീൻ വാല്യൂ തിയറത്തില് പറയണ പോലെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഒരു സി ഉണ്ട്, ആ സി എക്സിന്റെയും എക്സ് പ്ലസ് എച്ചിന്റെയും ഇടയിലാണ്. അവര് എങ്ങനെയാ ഉണ്ടാവുക, ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഓക്കെ,
മനസ്സിലായോ? ഈ സി എന്ന് പറയുന്നത് എക്സിന്റെയും എക്സ് പ്ലസ് എച്ചിന്റെയും ഇടയിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ പടം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കുറച്ച് സൂം ചെയ്ത് വരച്ച പോലെ ചെയ്യാം. ഇത് എക്സ്, ഇത് എക്സ് പ്ലസ് എച്ച് ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എവിടെയാണോ അവിടെ എവിടെയോ ആണ് സി കിടക്കുന്നത്. അപ്പൊ ഇനി നമ്മള് ഇവര് രണ്ടാളേനും ഒരുമിച്ച് എഴുതാം. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് എഴുതാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി f of x divided by h is equal to f of c എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ലിമിറ്റ് h ടെൻസ് ടു 0 ചെയ്യണം. അപ്പൊ ലിമിറ്റ് h ടെൻസ് ടു 0. h ടെൻസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എക്സിൽ നിന്ന് ഒരു ചെറിയ പോസിറ്റീവ് വാല്യൂ കൂട്ടിയപ്പോഴാണ് എക്സ് പ്ലസ് എച്ച് വന്നത്. അപ്പൊ എച്ച് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് ഈ എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്ന സ്റ്റിക്കിന് നമ്മൾ വലിച്ച് എക്സിലേക്ക് അടുക്കണ പോലെയാണ്. അപ്പൊ എക്സ് പ്ലസ് എച്ചിനെ എക്സിലേക്ക് അടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ രണ്ടിന്റെ ഇടയിൽ സി ഉള്ളതും അതും എക്സിലേക്ക് അടുക്കും. അപ്പൊ ലിമിറ്റ് എച്ച് ടെൻസ് ടു സി ആവുമ്പോൾ h tends to 0 f of c ആവുമ്പോൾ എക്സും സിയും ഒന്നാവും. അപ്പൊ f of xും f of cയും ഒന്നാവും. അപ്പൊ this is equal to limit h tends to 0 capital F of x plus h minus f of x divided by h is equal to f of x. ഇത് എങ്ങനെയാണ് മനസ്സിലായല്ലോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാ മനസ്സിലായി? എങ്ങനെയാന്ന് വെച്ചാല് എക്സിന്റെയും എക്സ് പ്ലസ് എച്ചിന്റെ ഇടയിലാണ് സി ഉള്ളത്. എച്ച് സീറോയിലേക്ക് വരുമ്പോ എക്സ് പ്ലസ് എച്ച് നമ്മൾ വലിച്ച് എക്സിന്റെ അവിടേക്ക് കൊണ്ടുവരാണ്. അപ്പൊ ഇത് വലിച്ച് കൊണ്ടുവരുമ്പോ ഓട്ടോമാറ്റിക്കലി സി എന്ന് പറയുന്നതും എക്സ് ആയിട്ട് സെയിം ആവും. അപ്പൊ എക്സും സിയും സെയിം ആയതുകൊണ്ട് എഫ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആസ് എച്ച് ടെൻസ് ടു 0. ഇനി ഇതെന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ലിമിറ്റ് h tends to 0 capital F of x plus c minus f of x equal to small f of x limit is equal to 1 കഴിഞ്ഞു. അപ്പൊ അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് എന്താണ്? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് f dash of x. Therefore f dash of x is equal to small f of x. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഇത് പ്രൂവ് ആയി കഴിഞ്ഞു. ക്വസ്റ്റ്യനിൽ എടുത്തിട്ടുണ്ടായിരുന്നു എഫ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പൊ നമ്മള് ഇതിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തപ്പോ ഇന്റഗ്രേഷൻ പോയി. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത് ഇത്രയും നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മുടെ നെറ്റ് പുവർ കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ ഇതില് മതിയാക്കാണ്. രണ്ട് ഫോം ഉണ്ട്, ഫസ്റ്റ് ഫോം ഉണ്ട്, സെക്കൻഡ് ഫോം ഉണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് ഫോം ആണ് ഡിസ്കസ് ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം എപ്പോഴൊക്കെ നെയിംഡ് തിയറംസ് ഉണ്ടോ അതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരാതെ നെയിം തന്നിട്ട് പറയും. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഫസ്റ്റ് ഫോം. ഇനി ഫോം വൈസ് ചോദിച്ചില്ലെങ്കിൽ ഏത് വേണമെങ്കിലും എഴുതാം. എന്നാൽ പ്രത്യേകം ഫസ്റ്റ് ഫോം ചോദിച്ചാൽ ഫസ്റ്റ് ഫോം തന്നെ എഴുതണം. അപ്പൊ ഇതിൽ എന്താ തന്നിരിക്കുന്നത്? സ്മോൾ എഫ് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എഫ് ഡിഫൈൻഡ് ആണെന്ന് കൊടുത്തിട്ട് അതിന്റെ ഇന്റഗ്രൽ വാല്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പൊ അതിനു വേണ്ടി എടുത്തിട്ടുള്ള കാര്യങ്ങള് പിന്നെ ഈ പോയിന്റ് ഇതിലേക്ക് വരാം, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ആകെ നമ്മൾ കുറച്ച് കാര്യം നോക്കിയിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ ഡെഫിനിഷൻ ഞാൻ പറയാം, ജസ്റ്റ് രജിസ്റ്റർ ആയിട്ട് പറയാം. ഫസ്റ്റ് നമ്മൾ നോക്കിയത് ആവറേജ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ, അത് f a f equal to 1 by b minus the integral a to b f of x dx ആണ്. പിന്നെ നമ്മൾ നോക്കിയത് മീൻ വാല്യൂ തിയറം ഫോർ ഡെഫിനിറ്റ് ഇന്റഗ്രൽ. മീൻ വാല്യൂ തിയറത്തിൽ പറയുന്ന f കണ്ടിന്യൂസ് ആണെങ്കിൽ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ a b ആണെങ്കിൽ ഈ ആവറേജ് f ആവറേജ് എന്ന് പറയുന്ന വാല്യൂ എന്തായാലും
അതിന്റെ ഡൊമൈനിൽ ഒരു പോയിന്റ് ഉണ്ടാവും സി, അവരുടെ ഇമേജ് ആണ് ഈ എഫ് ആവറേജ്. ഇവിടെ നമ്മൾ എഫ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂസ് നമ്മൾ ആ കണ്ടീഷനിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാല് നിർബന്ധമായിട്ടും എഫ് ആവറേജ് ഈക്വൽ ടു എഫ് ഓഫ് സി അങ്ങനെ വരുന്ന ഒരു സി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അത് ഒന്നുകൂടി പറയാണ്, കണ്ടിന്യൂസ് അല്ലെങ്കിൽ. അത് കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫണ്ടമെന്റൽ തിയറം നോക്കി. അപ്പൊ ഇന്ന് ഇത്രയും പറ്റുന്നുള്ളൂ. ഇനി ചിലപ്പോ നമ്മൾ കുറച്ചും കൂടി എടുക്കാൻ പോയി കഴിഞ്ഞാല് നെറ്റ് വീക്ക് ആയതുകൊണ്ട് ഓരോ ഗോഷ്ഠികളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ നാളെ നോക്കാം. നാളെ ഇതിന്റെ ബാക്കിയും എക്സസൈസിലത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. ഓക്കെ, ബൈ.